നിരൂപിക്കുന്നത് നടക്കും. വാട്ട് യു ഡിസൈഡ് വിൽ കം ടു പാസ്. നിരൂപിക്കുക, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ തീരുമാനമെടുക്കുക. ഈ തീരുമാനം എടുക്കാതെ ഒഴിഞ്ഞു നടക്കുന്ന മക്കളല്ലേ നമ്മൾ പലപ്പോഴും. നമ്മുടെ മക്കൾ അതിൽ കൂടുതൽ ഏത് ജോലിക്ക് പോകണം, ഏതിന് പോകണം, എന്ത് ചെയ്യണം. ഒരു ജോലിയില്ലാത്ത വിചാരിക്കും ജോലിയുള്ളത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യണം. ഇങ്ങനെ നിരൂപണങ്ങൾ പല കാര്യങ്ങളിൽ നമ്മൾ കിടന്ന് അലയുമ്പോഴേ ഓളം അടിക്കുന്ന പോലെയാണ്. പക്ഷെ ഒരു സമയത്ത് നമ്മളില്ല, ഞാൻ തീരുമാനമെടുത്ത് ഞാൻ കൂടുതൽ പഠിക്കാൻ പോവുക. അപ്പോൾ ഒരു തീരുമാനമായി. വിവാഹം കഴിക്കണോ വേണ്ട 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 എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് അപ്പനും അമ്മയും പറയില്ല മക്കളെ കല്യാണം കഴിക്കും. ഒരു പ്രായമാകുമ്പോൾ അവർ പറയും എന്നാൽ ശരി കല്യാണം. ഒരു തീരുമാനമാണ്. തീരുമാനം എടുപ്പിക്കുന്നത് ദൈവാത്മാവാണ്. ആ തീരുമാനം എടുക്കുന്നിടം വരെയും വാല്യൂ ഓഫ് ഇൻഡിസിഷൻ എന്ന് പറയും. അതായത് എന്ത് തീരുമാനം എടുക്കണം. ഞാൻ പറയും എന്തെങ്കിലും ഒന്ന് തീരുമാനം എടുക്ക്. അപ്പുറത്തോ ഇപ്പുറത്തോ ഏതെങ്കിലും ഒരു തോണിയിൽ നീ കാലി ചവിട്ടങ്ങ്. അതിനൊരു ഉറപ്പ് വരണ്ടേ. അങ്ങനെയുള്ളവരോട് നമുക്ക് എന്ത് പാടാണ്. ഒരു സമയത്ത് ഒരു കാല് ഈ തോണിയിൽ, വേറെ സമയത്ത് കാല് അപ്പുറത്തെ തോണിയിൽ. അങ്ങനെയല്ലേ പലപ്പോഴും. ഏത് തോണിയിൽ കാല് ചവിട്ടണമെന്ന് അറിയാൻ വയ്യാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എൻ്റെ പൊന്ന് ദൈവമേ നിൻ്റെ തോണി അല്ലാത്ത എല്ലാം എടുത്തു മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ അവർ തീരുമാനിച്ചിട്ട് നടക്കൂല. മനുഷ്യൻ അത്രേ കഴിവുള്ളൂ. ആത്മീയ കുളത്തിൽ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് അറിഞ്ഞുകൂടാ എന്ത് തീരാ. അപ്പോൾ പ്രായമായവരുണ്ടല്ലോ. പണ്ട് കാലങ്ങളിൽ വല്യപ്പച്ചന്മാർ വല്യമ്മച്ചിമാർ വീട്ടിൽ രാവും പകലിരുന്ന് പ്രാർത്ഥിക്കുന്നത് തലമുറകളുടെ മേൽ അനുഗ്രഹത്തിൻ്റെ നദി ഒഴുകുന്നത് നമുക്ക് കാണാമായിരുന്നു. ഇന്നിപ്പോൾ അപ്പനും അമ്മയും വേണ്ട, വല്യപ്പനും വല്യമ്മയും അവരുടെ കുടുംബമായിട്ടും കൊച്ചുമക്കളുമായിട്ടും ഒരു ബന്ധവുമില്ല. ശാപം മാറിപ്പോട്ടെ, അങ്ങനെ ശാപം അഴിഞ്ഞു പോട്ടെ. കർത്താവ് തലമുറയുടെ അനുഗ്രഹം, തലമുറയുടെ ദൈവമാണ്. കർത്താവിൻ്റെ നിയമങ്ങൾക്ക് മാറ്റമില്ല. കർത്താവിൻ്റെ ന്യായപ്രമാണങ്ങൾ നമുക്ക് അനുഗ്രഹമാണ്. കർത്താവ് അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്നാണ് ദൈവം തമ്പുരാൻ തന്നെ പോലും പലപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത്. പിന്നാണ് നമ്മൾ നമുക്ക് ആരും വേണ്ട, തലമുറകൾക്ക് ആരും വേണ്ടാത്തൊരു ശാപം. ആ ശാപം അഴിഞ്ഞു പോകട്ടെ. യോബിൻ്റെ ബുക്കിനകത്ത് തന്നെ വായിക്കുന്നത്, യോബിൻ്റെ 22:28 പറയുന്നു, വാട്ട് യു ഡിസൈഡ് ഓർ ഡിക്രീ ഓൺ എർത്ത് വിൽ കം ടു പാസ് ആൻഡ് ലൈറ്റ് വിൽ ഷൈൻ ഓൺ യുവർ വേസ്. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് നടക്കും. നിൻ്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. ശരിയല്ലേ? ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ, നമുക്ക് കുറച്ച് സ്ഥലമുള്ളത് എൻ്റെ കേസിന് എപ്പോഴും എൻ്റെ തന്നെ ഞാൻ എടുക്കും. അതിന് ആന വരും, പുലി കയറി വരും, മാൻ കയറി വരും, പിന്നെന്താണ് പന്നി കയറി വരും. എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമോ? ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഞാനും കർത്താവിനോട് ചോദിക്കുക, എന്നാൽ നീ ഒരു ഗോഷൻ ലാൻഡ് തന്നിട്ട് ഇത് പന്നിയും ആനയും പട്ടിയും എല്ലാം കയറി വരുന്നതാണ്, നമ്മൾ എന്ത് ചെയ്യാനോ? ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഈ കേരളത്തിലുള്ള പലരുടെയും കൃഷി ചെയ്യുന്നവരുടെ ഗതികേട് ഇതാണല്ലോ. ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ. അടുത്തുള്ള ചെറിയ സ്ഥലങ്ങളിൽ പോലും കൃഷി ചെയ്യുന്നവർക്ക് അവരുടെ ചേമ്പ് മുഴുവൻ, കപ്പ മുഴുവൻ, പിന്നെ എന്തൊക്കെ നട്ടിട്ടുണ്ട് അത് വേരോടെ ഈ പന്നികൾ വന്ന് പറിച്ചു കളയും. എന്ത് ചെയ്യും? തിരിച്ചു ചോദിക്കാം നമുക്ക് ദൈവത്തോട്, എന്നാ ദൈവമേ നമുക്ക് തന്ന ഭൂമിയിൽ ശത്രു കയറി ഇങ്ങനെ അപഹരിക്കും. നമുക്ക് ചോദിക്കാം. ദൈവത്തിൻ്റെ ആത്മാ എന്ത് ചെയ്യണം? അതിന് ആലോചന പറഞ്ഞു തരണം. എന്ത് ചെയ്യണം? അതിനൊക്കെ ഗവൺമെൻറ് സോളാർ ഫെൻസ് വെച്ച് കൊടുക്കണം. മൃഗങ്ങളെ ഒന്നിനും കൊല്ലാനൊക്കത്തില്ല. എന്നാൽ പിന്നെ വസ്തുവകൾക്ക് വേലി കെട്ടി കൊടുക്കേണ്ട ചുമതല അവർക്കില്ല. നമ്മളെങ്ങനെ ജീവിക്കണം? എല്ലാവർക്കും ഈ സോളാർ ഫെൻസ്ക്കാരനൊക്കെ പൈസ ഉണ്ട് കയ്യിൽ. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് പരിമിതിയായിട്ടുള്ള കാശിനകത്ത് ജീവിക്കുമ്പം ആരെ ശല്യപ്പെടുത്താതെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഈ നാശങ്ങൾ വന്ന് മൃഗങ്ങൾ വന്ന് നശിപ്പിച്ചാൽ എന്തോ ചെയ്യും? അതൊക്കെ ആ ഒരു സ്ഥലത്തുള്ള ആളുകൾ, അവരുടെ ഗവൺമെൻറ് അതോറിറ്റീസ് അത് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതൊന്നും നഷ്ടമല്ല, അത് നന്മയാണ്. അതൊന്നും ചെയ്യാതിരിക്കരുത്. നമുക്ക് ചെയ്യാൻ പാടുള്ളതിന് സഹായിക്കാൻ കൂടെ അല്ലേ ഈ അതോറിറ്റീസിനെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ അവരുടെ മേലോട്ട് അവരുടെ മുഖത്തോട്ട് നോക്കുകയാണ് എപ്പോഴാണ് സഹായം കിട്ടുമെന്ന് പറഞ്ഞ്. നമ്മൾ ദൈവത്തോട് തന്നെ നീ ഒരു കാര്യം, അതുകൊണ്ടാണ് അവസാനം നമ്മൾ ഗതികേടും ദൈവത്തിനടുക്ക ചെല്ലുന്നത്. കർത്താവേ ഞാനൊരു നിരൂപണം കഴിക്കുന്നത് നീ ചെയ്തു തരാതെ രക്ഷയില്ല, നിൻ്റെ വഴികളിൽ നീ വെളിച്ചം പ്രകാശിക്കും. അപ്പം പലപ്പോഴും അതിന് പറ്റിയ സഹായങ്ങൾ അല്ലെങ്കിൽ സബ്സിഡി അല്ലെങ്കിൽ അതിന് വേണ്ട അറിവുള്ളവർ വന്ന് നമ്മളെ സഹായിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കർത്താവ് പറയുന്നത് യോബിൻ്റെ 5:12 പറയും, അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു, വക്രബുദ്ധികളുടെ ആലോചന മറിഞ്ഞ് പോകുന്നു. ജ്ഞാനികളെന്ന് അടുക്കുന്നവൻ വിചാരിക്കുന്നവനെ അവനെ ദൈവം കൗശലത്തിൽ പിടിക്കുന്നു. ജ്ഞാനം ഒന്നും ദൈവത്തിന് മുമ്പ് വലിയ കാര്യമൊന്നും അല്ലെന്ന്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് മുമ്പിൽ ഇതുവല്ലോ ഉണ്ടോ?
വക്രബുദ്ധികളുടെ ആലോചന മറിച്ച് കളയുന്നു. ഈ ദുഷ്ടത ചെയ്യുന്നവർക്ക് റെസ്റ്റില്ല, അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഉപദ്രവം ചെയ്തിരുന്നു. ഈ പിശാച് കയറിക്കഴിഞ്ഞാൽ ദുരാത്മാവ് വരുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യണം, ആദ്യമേ അവർക്ക് ദേഷ്യമുള്ള ദൈവത്തെ വിളിക്കുന്ന ആ കുടുംബത്തിൽ തന്നെ അമ്മമാരായിരിക്കും പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ് ആൺമക്കൾ അമ്മമാർക്കെതിരായിട്ട് നിൽക്കുന്നത്? ആത്മാവ് മാറും. അപ്പോൾ ഈ പിശാച് പറയും, കൊല്ലണം, നിൻ്റെ അമ്മയാണ് ശത്രു. അടുത്തിടെ തന്നെ ആരോ എന്നോട് പറഞ്ഞു, നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന 2 പിള്ളേർ, അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ദേശത്ത് പോലും വിളിച്ച്. അപ്പുറത്തുള്ള ഒരു സ്ത്രീ എപ്പോഴും ഇവരെ ശപിച്ചുകൊണ്ടിരിക്കും. ഈ സ്ത്രീയുടെ ഈ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് അവർക്ക് പോലും അനുഗ്രഹം. പക്ഷെ അത് കാണാനുള്ള കണ്ണില്ല. നമ്മൾ കണ്ണ് തുറപ്പിക്കണം. കർത്താവേ, നീ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ. ജ്ഞാനികളെ അവൻ കൗശലത്തിൽ പിടിക്കുന്നു, വക്രബുദ്ധികളുടെ ആലോചന മറിച്ച് കളയുന്നു. അപ്പം പിശാചിൻ്റെ പ്ലാനുകൾ ഇല്ലാതാക്കണം. എന്നാൽ നമ്മൾ പറയണം, എൻ്റെ വാതിലുകളിൽ സ്തുതിയെന്നും സ്തോത്രമെന്നും എഴുതിയിരിക്കുകയാണ്, ഇതിനകത്ത് ദുഷ്ടൻ കയറാനൊക്കത്തില്ല. ദ ഗേറ്റ്സ് ആർ ബ്ലെസ്ഡ്. എൻ്റെ വാതിലുകൾ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുടുംബം അനുഗ്രഹിക്കുന്നു. ഞാൻ ആത്മാവിൻ്റെ ഒരു വലിയൊരു കോട്ട ഇതിനെ ചുറ്റും തീ പോലെ നിർത്തിയാണ്. എൻ്റെ ദൈവമേ, എൻലാർജ് മൈ ടെറിട്ടറി. ജാബസ് പ്രാർത്ഥിച്ച പോലെ, കർത്താവേ, നീ എൻ്റെയൊക്കെയുള്ള അനർത്ഥം എനിക്ക് വ്യസനകാരമായി തീരരുത്. കർത്താവേ, നീ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ ടെറിട്ടറി അല്ലെങ്കിൽ എൻ്റെ ഈ അതിരുകളൊന്ന് വിസ്താരമാക്കി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഈ കർത്താവിന് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ ചുമ്മാ അങ്ങ് പ്രാർത്ഥിക്കാം. പക്ഷേ പല പ്രാവശ്യം ഒന്നേ വിഷയം വെച്ച് പ്രാർത്ഥിക്കാം. അവൾ സീരിയസ് ആണ്, കിട്ടാതെ പോകത്തില്ല. ആ ഒരു തീഷ്ണത വരുന്നിടം വരെ പ്രാർത്ഥിക്കണം. ഏതൊരു കാര്യത്തിനും ദൈവത്തിൽ നിന്ന് ഉത്തരം ഉടനടി കിട്ടുന്നുണ്ട്. നമുക്ക് ലഭിക്കാതെ പോകുന്നത് നമ്മുടെ തീഷ്ണത കൊണ്ടാണ്. ആരും പറഞ്ഞു കൊടുക്കാനും ഇല്ല. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന അവനെല്ലാവരും പറയും, ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കത്തില്ല, അയ്യോ എനിക്ക് ഞാൻ പാപിയാണ്, അതുകൊണ്ടൊന്ന്. അതൊക്കെ പ്രാർത്ഥനയ്ക്ക് വിരോധമായ ചിന്തകളാണ്. അത് അഴിഞ്ഞു പോയിട്ട് ഞാൻ ദൈവത്തിൻ്റെ ഏത് സ്റ്റേജിലാണ് ഞാൻ എൻ്റെ ദൈവത്തോട് പറയുമ്പം, അപ്പച്ചൻ എൻ്റെ പാപത്തെ പരിഹരിക്കും, ഒരു പരിഹാരം കണ്ടുപിടിക്കും, എനിക്ക് ഉത്തരം തരുമെന്ന് ആര് പറയുന്നുണ്ട്? ഈ ചെളിയിൽ കിടക്കുന്നൊരു ശുദ്ധമായിട്ട് യേശുവിൽ കാണുന്ന പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. ആ ചെളിയോടുകൂടെ നീ വന്നിരുന്നാൽ കർത്താവ് കഴുകാൻ തുടങ്ങും. സ്വീകരിക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തെ സ്വീകരിക്കാൻ ഹൃദയം വലുതാകണം. അപ്പം നമ്മുടെ ഡെസ്റ്റിനി ഈസ് സറൗണ്ടഡ് വിത്ത് ഏഞ്ചലിക് പ്രസൻസ്. എനിക്ക് ചുറ്റും ദൂതഗണങ്ങളുണ്ട്, അതറിയണം. എനിക്ക് ചുറ്റുമുണ്ട്. ഈ എബ്രായലേഖനം 1:14 ദൈവത്തിൻ്റെ ദൂതഗണങ്ങൾ രക്ഷിക്കപ്പെട്ടവരുടെ സഹായാത്മാക്കൾ, അതായത് സെർവൻസ് ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഒരൊറ്റ വ്യക്തിക്ക് പോലും ദൈവദൂതന്മാരോട് ചെയ്യാൻ പറയാൻ, നമ്മൾ അവരെ ഏതാണ്ട് വേറൊരു പെഡസ്റ്റലിൽ കയറ്റി വെച്ചിരിക്കുക. പക്ഷെ നമ്മളാണ് അവരെക്കാട്ടിൽ ഉന്നത പദവിയെന്ന് 8-ാം സങ്കീർത്തനം വ്യക്തമായിട്ട് പറയുന്നു. അവൻ നമ്മളെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയെന്ന, സകലതും നമ്മുടെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നു. ദൂതന്മാരെക്കാട്ടിൽ ഉന്നത പദവി തന്നെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് എനിക്കും അല്പം വിശ്വസിക്കാൻ പാടുവരുന്നു. കാരണം നമ്മൾ ഈ ജഡീക ശരീരം നോക്കുമ്പോൾ ഇതൊന്നും അല്ല. പക്ഷെ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത്, നിനക്ക് ഞാൻ ഈ പദവികൾ തന്നിട്ടുണ്ട്, അതെടുത്ത് റിവ്യൂ ചെയ്യുക. 8-ാം സങ്കീർത്തനം വായിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. 8 പേർക്ക് 8-ാം സങ്കീർത്തനമൊക്കെ എല്ലാ ദിവസവും വായിക്കണം. എല്ലാ ദിവസവും വായിച്ചാൽ പോലും ഞാൻ ആരെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എല്ലാ ദിവസവും വായിക്കാമെങ്കിൽ പിശാച് പറയും, ഇവരത് വായിക്കുന്നതുകൊണ്ട് യേശു അവർക്ക് ചുറ്റും നിൽപ്പുണ്ടെന്ന്. അങ്ങനെയെങ്കിലും സംഭവിക്കട്ടെ. നമുക്കോ ഈ അറിവ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾക്ക് യേശുവിനോട് യേശു പറയും, അവൾ ആ വചനം വായിച്ചതല്ലേ, അതുകൊണ്ട് എനിക്ക് സഹായിക്കാതിരിക്കാനൊക്കത്തില്ലല്ലോ, അവൾ മനസ്സിലാക്കിയില്ലെങ്കിലും ഞാൻ സഹായിക്കും. അങ്ങനെയാണ് പറഞ്ഞത്. 8-ാം സങ്കീർത്തനം ഇങ്ങനെയാണ്. ഇത് കാണാ പഠിക്കണം, ഞങ്ങളൊക്കെ കാണാ പഠിച്ചെന്നും പറയുന്നതാണ്. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമാണ്. ഇത് അനുഗ്രഹിക്കുക, ദൈവത്തെ അങ്ങ് പുകഴ്ത്തുകയാണ്. ദൈവനാമത്തിന് മുമ്പിൽ വേറൊരു നാമം ഇല്ലെന്നേ. അങ്ങനെ നമ്മൾ ഓരോരുത്തർ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴേ, ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവരോട് വിചാരം, ഇവരിങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വന്ന് ഇപ്പം അങ്ങോട്ട് നടക്കും, അമ്മയുടെ കൂട്ടുകാരിയായിട്ട് വന്നിരിക്കുക. അതാണ് പരിശുദ്ധാത്മാവ് പറയുക. അപ്പോഴാണ് ഒരു തീ ഇങ്ങോട്ട് ഇറങ്ങി വരും. ദെബോറയുടെ ആത്മാവ് പോലെ തീ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഒരു ഒറ്റ തീ കത്തിയാൽ മതി ശത്രു കരിയാൻ. ഒറ്റ തീ 2 പ്രാവശ്യം അയക്കണ്ട. എത്ര പേർക്കറിയാം? യുദ്ധത്തിൽ ജയിച്ച നമ്മൾ ആത്മാവ് നിൽക്കാൻ പഠിക്കണം. നീ ആകാശത്തിൽ നിൻ്റെ തേജസ് വെച്ചിരിക്കുന്ന നിൻ്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. ബലം നമുക്കല്ല, ശിശുക്കളിൽ.
മുല കുടിക്കുന്നത്. ഇതൊക്കെ വചനമാണ് ഞാൻ വായിക്കുന്നത്. എൻ്റെ വിരലുകളുടെ പണിയായ ആകാശത്തെ നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ ഓർക്കേണ്ടതിന് എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പമായി. ഇത് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ കറക്റ്റാണ്, ഇംഗ്ലീഷിൽ വേറെയാണ്. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും എന്നെ എന്താണ് തേജസ്സും ബഹുമാനവും? ഇതൊക്കെ നമുക്കുണ്ടെന്നേ. തേജസ്സും ബഹുമാനവും ദൈവമായിട്ട് തന്നെ. നമുക്കുള്ള തേജസ്സും ബഹുമാനവും ദുഷ്ടൻ എടുത്തുകൊണ്ട് പോകാൻ നമ്മൾ അനുവദിക്കരുത്. നമുക്ക് ബഹുമാനം ഇട്ടിരിക്കുന്ന ദൈവമാണ്. എനിക്കൊരു ദൈവ തേജസ് ഇട്ടത് അപ്പച്ചനാണ്. അപ്പച്ചൻ എന്നെ മാനിച്ചാൽ ദൈവത്തെ മാനിക്കുന്നതെന്നുള്ള ബോധം വരുമ്പം എൻ്റെ ദൈവത്തിൻ്റെ മാനത്തെ കുറയ്ക്കാൻ ആർക്കും ഒക്കത്തില്ല. അങ്ങനെയുള്ള ചില സ്ത്രീകളെ കണ്ടിട്ടില്ല. എനിക്കിഷ്ടം അങ്ങനെയുള്ളവരെ കാണും. ഈവൻ പുരുഷന്മാരും. ഐ റിയലി അപ്രീഷിയേറ്റ് പീപ്പിൾ ഹൂ സ്റ്റാൻഡ് ഫോർ ദെയർ ഫെയ്ത്ത്. അത് ചില കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് ശരി അബ്സല്യൂട്ട് റൈറ്റ് അല്ലെങ്കിൽ അവർ നിൽക്കുന്ന കാണും. ആ ഒരു പുരുഷത്വം, സ്ത്രീക്ക് ഒരു പുരുഷത്വം വേണം, പുരുഷന് പുരുഷത്വം വേണം. നിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെ അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്ന ആടുകളെയും കാളകളെയും എല്ലാം, കാട്ടിലെ മൃഗങ്ങളെയൊക്കെ, ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഞങ്ങളുടെ കർത്താവ് യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. കർത്താവ് പറയുന്നത്, ഈ ഉന്നത പദവിയുള്ള നമ്മൾ എന്ത് നിരൂപിച്ചാലും നമ്മുടെ പദവി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാനും ദൈവം ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഏത് കാര്യവും സാധിക്കും. ആ ഒറ്റക്കെട്ടാകുന്നതിന് ദൈവവചനം എനിക്ക് അനുകൂലമാണ്. അത് ഞാൻ പറഞ്ഞ് എൻ്റെ അനുകൂലമാക്കണം. ഒരു ആദ്യം തുടങ്ങുമ്പം ജഡപ്രാർത്ഥനയായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പം ഒരു 10 ദിവസം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയാക്കി ദൈവം മാറ്റും. ശ്രമിച്ച് നോക്ക്, പ്രാപിച്ചെടുക്ക്. നമ്മളൊരു കാര്യം നിരൂപിച്ചാൽ അത് പ്രാപിച്ചെടുക്കാൻ തക്കവണ്ണം കർത്താവെ ക്ലാരിറ്റി തരണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനും മഹാശക്തനുമായ ദൈവത്തിൻ്റെ ആത്മാവ് വെളിച്ചം പോലെ ഇരുട്ടിൽ പ്രകാശിക്കണം. സൂചി കടന്നു വരുന്നത് പോലെ കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് ചെന്ന് കൊണ്ടിട്ട് അവിടെ ഒരു പുതിയ വിത്തും കൂടി ഇട്ട് തന്നാൽ അത് കിളുക്കണം. അങ്ങനെ ഒരു ജീവവൃക്ഷമാക്കി അത് മാറ്റണം നാഥ. ഈ വൃക്ഷം വെറുതെ ഞങ്ങളുടെ ഹൃദയത്തിൽ പന്ന വൃക്ഷങ്ങളൊക്കെ ഇരിക്കുന്നതൊക്കെ എടുത്ത് പറിച്ച് ദൂരക്കള വേരോടെ. ആദ്യകാലമല്ലേ, ജാനുവരി മാസം തുടങ്ങിയതല്ലേ ഉള്ളൂ. എല്ലാം പറിച്ച് ദൂരെ കളഞ്ഞിട്ട് കർത്താവെ നല്ല വൃക്ഷം, നല്ല ഫലം കായ്ക്കുന്നതുണ്ടാക്കിയെടുക്കാൻ കൃപ തോന്നണമേ. അതിനിറങ്ങി വന്നിട്ട് ഞങ്ങളുടെ വയലിനകത്തൊന്ന് ചവിട്ടി കർത്താവ് ഇവിടെ എവിടെയാണ് മുള്ളും പറക്കാരയും കല്ലും പാറകളൊക്കെ ഉള്ളതെന്ന് ചെടുത്ത് മാറ്റി വെച്ച് വേലിയെട്ടി ഉറപ്പിച്ചിട്ട്, പിതാവ് തോട്ടക്കാരൻ പുത്രൻ തമ്പുരാൻ മുന്തിരി, ഞങ്ങൾ വള്ളികളായിട്ട് കാട്ട് ഒലിവിൽ നിന്ന് ഞങ്ങളെ ദൈവത്തിന് യോഗ്യമായ നല്ല ഒലിവിലേക്ക് ഒട്ടിച്ചു ചേർത്ത് ആ അവസ്ഥയിലേക്ക് ഈ വർഷം ഞങ്ങളെ ആക്കിയേ പറ്റൂ. സമയമായി ഒട്ടും താമസിപ്പിക്കരുതേ. സമയമായി അപ്പോൾ സമയമായെന്ന് ഞങ്ങൾ കാവൽക്കാരായി എന്ത് ചെയ്യുന്നു? രാത്രിയിലും കാവൽക്കാരൻ ഉണർന്നിരുന്ന് നിന്നോട് പറയുക, പകലും രാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ പ്രവർത്തനം കടന്നു വരട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.